നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ സ്വദേശി 2.0 ക്യാമ്പയിൻ വ്യാപകമാവുകയാണ്. അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് രാംദേവ് ആവശ്യപ്പെട്ടു. പെപ്സി, കൊക്കക്കോള, KFC, മക്ഡൊണാൾഡ്സ് എന്നിവയും ബഹിഷ്കരിക്കണം. ഇത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇതോടെ US പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യക്കാർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചാൽ ട്രംപിന് താരിഫ് പിൻവലിക്കേണ്ടി വരും. അമേരിക്കൻ കമ്പനികളെയും ബ്രാൻഡുകളെയും പൂർണ്ണമായും ഇത്തരത്തിൽ ബഹിഷ്കരിക്കണം. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% താരിഫുകളെ ഇന്ത്യൻ പൗരന്മാർ ശക്തമായിട്ട് എതിർക്കുകയും വേണം. അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടി രാഷ്ട്രീയ ഭീഷണി, ഗുണ്ടായിസം, സ്വേച്ഛാധിപത്യം എന്നിവയാണെന്ന് വാർത്താ ഏജൻസിയായ ANIയോട് രാംദേവ് വ്യക്തമാക്കി. പെപ്സി, കൊക്കക്കോള, സബ്വേ, KFC, മക്ഡൊണാൾഡ്സ് എന്നിവയുടെ കൗണ്ടറുകളിൽ ഒരു ഇന്ത്യക്കാരനെ പോലും കാണരുത്. ഇങ്ങനെയൊരു ബഹിഷ്കരണം നടന്നാൽ അമേരിക്ക കടുത്ത പ്രതിസന്ധിയിലാകും. ഇതോടെ അമേരിക്കയിൽ പണപ്പെരുപ്പം വ്യാപകമാവുകയും ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച താരിഫ് ട്രംപിന് തന്നെ പിൻവലിക്കേണ്ടി വരുമെന്നും രാംദേവ് ഓർമ്മിപ്പിച്ചു. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുടനീളം കൊക്കക്കോള ഉൾപ്പെടെയുള്ള ജനപ്രിയ അമേരിക്കൻ സോഫ്റ്റ് ഡ്രിങ്കുകൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്ന് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി സ്ഥാപക ചാൻസലറായ ഡോക്ടർ അശോക് കുമാർ മിത്തലും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സോഫ്റ്റ് ഡ്രിങ്കുകൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടേത് കാപട്യവും ഭീഷണിപ്പെടുത്തലുമാണ്. അമേരിക്കയുടെ അന്യായമായ തന്ത്രങ്ങൾക്ക് വഴങ്ങരുത്. കൊളോണിയൽ ഭരണത്തിന്റെ കീഴിൽ നമ്മുടെ പൂർവികർക്ക് ബ്രിട്ടീഷ് സാധനങ്ങൾ നിരസിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് എന്തുകൊണ്ടത് ചെയ്യാൻ കഴിയില്ല? അമേരിക്ക ഇന്ത്യയുടെ ശക്തിയെയും ദൃഢനിശ്ചയത്തെയും കുറച്ചു കാണിച്ചു. ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. US സഖ്യകക്ഷികളും ഇന്ത്യയെ അന്യായമായി ലക്ഷ്യം വച്ചിരിക്കുകയാണ് എന്നും അശോക് കുമാർ മിത്തൽ പറഞ്ഞു. ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ സംസാരിക്കുന്നതിനിടെയാണ് 1905 സ്വദേശി പ്രസ്ഥാനവുമായി ഉപമിച്ച് അദ്ദേഹം സംസാരിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന കാരണത്താൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% അധിക താരിഫ് ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് 50% മാറുകയായിരുന്നു. ഇതോടെയാണ് അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം രാജ്യമൊട്ടാകെ ശക്തമായി ഉയർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. എല്ലാവരും ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശീലമാക്കിയാൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ ബാധിക്കില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. US അധിക തീരുവ നിലവിൽ വരുന്ന സാഹചര്യത്തിലായിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നടന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കും ലോകത്തിന് വേണ്ടി എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ മുന്നേറുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അഹമ്മദാബാദിൽ മാരുതി സുസുക്കിയുടെ ഇലക്ട്രിക് കാർ ബാറ്ററി പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. മേക്ക് ഇൻ ഇന്ത്യ ആഗോള ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു.